ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് മലയാളം. അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് പൂത്തു തിമർക്കാം എന്ന യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ കളിക്കിടയിൽ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കളിക്കിടയിൽ എന്ന പാഠത്തിന്റെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ഇതിൽ വരുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കളിക്കിടയിൽ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സിനിമയിലും നാടകത്തിലുമുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. വ്യത്യസ്തമായ ഒരു സന്ദർഭം ഇത് ഒരു നാടകത്തിലെ ഒരു സന്ദർഭമാണ്. നമുക്ക് നോക്കാം. ചിറയൻകീഴ് ഒരു തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിന്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ളച്ചേട്ടൻ ഭ്രാന്തനായാണ് അഭിനയിക്കുന്നത്. വടിയും കൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം തിയേറ്ററിന് പുറത്തു നിൽക്കുകയാണ്. സാധാരണ സൈഡ് കർട്ടന് പിന്നിലൊക്കെയാണല്ലോ ഞങ്ങളുടെ നിൽപ്പ്. കൃഷ്ണപിള്ളച്ചേട്ടൻ വരാൻ തയ്യാറായി മേക്കപ്പ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഒരു പട്ടി ചോറ് കപ്പാനായി ഷെഡിലേക്ക് കയറി വന്നു. കൃഷ്ണപിള്ളച്ചേട്ടനെ ഗൗനിക്കാതെ നേരെ കുട്ടയുടെ അടുത്തേക്ക് പോയി. കൃഷ്ണപിള്ളച്ചേട്ടൻ ഒരു അതിബുദ്ധി കാണിച്ചു. പട്ടിയെ തല്ലി ഓടിക്കുന്നതിന് പകരം കഥ കടച്ചു. എന്നിട്ട് പട്ടിക്ക് വടികൊണ്ടൊരു വീക്ക്. പട്ടി കുരച്ച് ബഹളമുണ്ടാക്കി കർട്ടന്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് കയറി. ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ ഇരിക്കുകയാണ്. അടുത്തു തന്നെ ഞാനും ലീലയും നിൽക്കുന്നുണ്ട്. നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് പട്ടി വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ പട്ടിയെ ഓടിക്കാനായി കാലൊന്നുയർത്തിയപ്പോൾ പട്ടി സ്റ്റേജിന്റെ ഒത്ത നടുവിൽ ചെന്നു നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൂക്കും വിളിയുമായി. ആകെ തിക്കും തിരക്കും ബഹളവും. കർട്ടൻ ഇട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് നാടകം വീണ്ടും തുടങ്ങിയത്. ഇതാണ് കഥ വരുന്നത്. കഥ തുടരും. KPSC ലളിത തയ്യാറാക്കിയത് ബാബു ഭരദ്വാജ്. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു നാടകത്തിന്റെ തന്നിരിക്കുന്നതാണ് സീന്. നമുക്ക് നോക്കാം. അവിടെ നടന്നൊരു കാര്യമാണ് തന്നിരിക്കുന്നത്. നാടകം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നടന്നൊരു കാര്യം. നമുക്കതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. നാടകാവതരണത്തിന്റെ വേദിയെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും KPSC ലളിത പറഞ്ഞ കാര്യങ്ങൾ. ആദ്യം അതിന്റെ ആൻസർ നോക്കാം, ശേഷം അടുത്ത ആൻസർ പറയാട്ടോ. നാടകത്തിന്റെ വേദിയായിരുന്നത് ചിറയൻകീഴിലെ ഒരു തിയേറ്ററാണ്. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള വഴി ഒറ്റ വാതിലിലൂടെയായിരുന്നു. ഒരു വാതിലിൽ കൂടെയാണ് കയറുന്നതും ഇറങ്ങുന്നതും കേട്ടോ. അതായത് സ്റ്റേജിലേക്കും സ്റ്റേജിൽ നിന്നുമുള്ള ഗതാഗതത്തിന് വളരെ കുറവ് സൗകര്യമായിരുന്നു. മേക്കപ്പ് റൂമും വേദിയുടെ ഭാഗമായിരുന്നു. അണിയറയിൽ തയ്യാറാകുന്ന അണികൾക്ക് ആൺ പെൺ ഭേദമന്യേ ആ വാതിലിലൂടെയാണ് അരങ്ങിലേക്ക് വരേണ്ടത്. ഇത്തരം പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും സംഘാടകർ അനുയോജ്യമായ രീതിയിൽ ചില ഒരുക്കങ്ങൾ ചെയ്തു. ഭക്ഷണം പൊതിച്ചോറായി തയ്യാറാക്കി ഒരു കുട്ടയിലാക്കി. അത് നേരിട്ട് മേക്കപ്പ് റൂമിന്റെ കോണിലാണ് വെച്ചിരുന്നത്. അതിനാൽ ആർക്കെങ്കിലും ആവട്ടെ ആവശ്യമായപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഒരുക്കം. ഇത് അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രായോഗിക സൗകര്യങ്ങൾക്കുള്ള ഉദാഹരണമായാണ് അഭിനേത്രി. ഇവിടെ അഭിനേത്രി എന്നാണ് കേട്ടോ. സിനിമാ നടിയായിട്ടുള്ള KPSC ലളിത തന്നെയാണ് ഇവിടെ അഭിനേത്രി ലളിത പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പട്ടി വന്നതോടെ അണിയറയിലും സ്റ്റേജിലും ഉണ്ടായ സംഭവങ്ങൾ. നാടകത്തിൽ തുലാഭാരം എന്ന നാടകമാണ് കേട്ടോ. തുലാഭാരം എന്ന നാടകത്തിൽ കഥാപാത്രമായി ഭ്രാന്തനായ ആളുടെ വേഷത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ളച്ചേട്ടൻ അഭിനയിക്കുകയാണ്. അദ്ദേഹം വടി കൈവശമെടുത്ത് വേഷത്തിൽ മുഴുകി സ്റ്റേജിൽ കയറേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ തന്നെ ഒരു പട്ടി ഷെഡിലേക്ക് കയറി. ചോറ് കപ്പാനുള്ള ഉദ്ദേശത്തോടെയാണ് മേക്കപ്പ് റൂമിലെ കുട്ടയിലേക്ക് നോക്കി പോകുന്നത്. കൃഷ്ണപിള്ളച്ചേട്ടൻ അതിന്റെ സമീപം നിൽക്കുമ്പോഴും പട്ടി അദ്ദേഹത്തെ ഗൗനിക്കാതെ നേരെ ഭക്ഷണമുള്ള ഭാഗത്തേക്ക് പോകുന്നു. ഈ അവസരത്തിൽ കൃഷ്ണപിള്ളച്ചേട്ടൻ അവിടെ ഒരു അതിബുദ്ധിയോടെ പ്രതികരിക്കുന്നു. പട്ടിയെ നേരിട്ട് തല്ലാതെ ആർക്കും അറിയാത്ത വിധത്തിൽ വടി കൊണ്ടൊരു വീക്ക് കൊടുക്കുന്നു. അതിൽ പ്രതികരിച്ച പട്ടി കുരച്ച് ബഹളമുണ്ടാക്കുകയും കർട്ടന്റെ വിടവിലൂടെയാണ് അതെല്ലാം കലഹമായി മാറുകയും ചെയ്യുന്നു. ഇത് വേണ്ട കേട്ടോ, ബഹളം ഉണ്ടാക്കിയെന്നാക്കുക.
ബഹളമുണ്ടാക്കി അതെല്ലാം കലഹമായി മാറുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെക്കുറിച്ച് ബഹളമുണ്ടാക്കുകയും കർട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് ആക്കുക കേട്ടോ. ഞാനിത് വെട്ടിയത്, ബാക്കി നിങ്ങൾക്ക് ചേർത്താൻ പറ്റില്ലെങ്കിൽ ആ സെൻറ്റൻസ് മതി. അല്ലെങ്കിൽ കുറച്ച് ബഹളമുണ്ടാക്കുകയും കർട്ടൻ്റെ വിടവിലൂടെ സ്റ്റേജിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് ആക്കുക. അതെല്ലാം കലഹമായി മാറുകയും ചെയ്യുന്നു. അവസാനത്തിൽ പട്ടി നേരെ സ്റ്റേജിലേക്ക് കയറി നടന്മാരായ ലീല, ലളിത, ഗോവിന്ദൻകുട്ടി എന്നിവരുടെ ഇടയിൽ വന്ന് നിൽക്കുകയും ഗോവിന്ദൻകുട്ടി ഇയാളെ ഓടിക്കാനായി കാലുയർത്തിയപ്പോൾ പെട്ടെന്നായി സ്റ്റേജിന്റെ നടുവിൽ ചെന്നു നിന്ന് കുരയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ കാണികൾ അമ്പരന്ന് എഴുന്നേറ്റ് നിന്നു. കൂക്കുകളും വിളികളും മുഴങ്ങി. ആകെ അരങ്ങിൽ കലാപാവസ്ഥയും ബഹളവും ഉണ്ടായി. ഒടുവിൽ കർട്ടൻ ഇട്ടു. കുറച്ചുനേരം കാത്ത ശേഷം മാത്രമാണ് നാടകം വീണ്ടും തുടർന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.